ഒരേ സമയം വളർച്ചാ ഹോർമോണായിട്ടും അതുപോലെ ഒരു ജൈവ കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു വളത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അജ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഇന്ന് പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന രാസ കീടനാശിനികളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്കിന്നൊരു ജൈവ കീടനാശിനിയാണ് ഞാനിന്ന് ഓർക്കിഡുകൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇത് പണ്ട് മുതലേ കർഷകരൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു വളമാണ്, പലർക്കും അറിയാവുന്നതുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഓർക്കിഡിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വളം എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിലാണ്, ഏത് സമയത്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇതൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ടും അതുപോലെ ഫംഗൽ ഡിസീസിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. സാധാരണയായിട്ട് കർഷകർ യൂസ് ചെയ്യുന്നത് ഈ പൗഡർ ഫോമിലുള്ള ആയിരിക്കും കൂടുതലും. അത് നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനായിട്ട് കലക്കിയിട്ട് സ്പ്രേ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ളൊരു പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. ഓർക്കിഡിൽ കൊടുക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഈ ലിക്വിഡായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ലിക്വിഡ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ സ്യൂഡോമോണസിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള പ്രോഡക്റ്റാണ്. ഈ ബോട്ടിൽ ഏകദേശം 100 ml വരുന്നത്, ഏകദേശം 65 രൂപ വില വരുന്നത്. ഇത് പല ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പം ഇത് ഒരുപാട് കമ്പനികളിലതുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളർച്ചാ ഹോർമോണാണ്. അതേസമയം തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും ഓർക്കിഡ്സിനായാലും വെജിറ്റബിൾസിനായാലും ഒരേ സമയം വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണിത്. ഏറ്റവും നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജൈവ കീടനാശിനിയാണെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്കെപ്പോഴും ജൈവ വളങ്ങളായാലും ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി സേഫാണ്. നമ്മളുടെ മണ്ണിനായാലും പ്ലാന്റിനായാലും നമുക്കായാലും ഒക്കെ ജൈവ വളങ്ങളാണ് എപ്പോഴും നല്ലത്. അപ്പം ചില സമയങ്ങളിൽ അതൊരു സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഭാവിയിലൊന്നും ഒരു ദോഷം ഉണ്ടാവാതിരിക്കാനൊക്കെ നമുക്ക് ഈ ജൈവ വളങ്ങളായാലും ജൈവ കീടനാശിനികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം ഓർക്കിഡിലാണ് നമ്മൾ ഇന്നത് കാണിക്കുന്നത്. അപ്പോൾ ഓർക്കിഡിൽ ഇത് കൊടുക്കുമ്പോൾ ഫംഗൽ ഡിസീസ്, അതുപോലെ ഇലയിലുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ, അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ഈ ഒരു സ്യൂഡോമോണസ് വളരെ നല്ലതാണ്. അപ്പം ലിക്വിഡ് ഫോമിലുള്ള ഈ ഒരു ഐറ്റം ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജൈവ വളങ്ങൾ സ്ലറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും ഉപയോഗിക്കാം. അപ്പോൾ ഏത് ജൈവവളം കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്യൂഡോമോണസ്. അപ്പോൾ ലിക്വിഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പൗഡർ ഫോമിൽ ഉപയോഗിക്കാം. പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ ആ പൗഡറിൽ ഈ വളർച്ചാ ഹോർമോണുകളെ വളർത്തിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ലിക്വിഡിൽ കുറച്ചും കൂടെ എഫക്റ്റാണ്. എഫക്റ്റാകുമ്പോൾ പെട്ടെന്നത് ഇലകളിലൂടെ ആ പ്ലാന്റിനെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇത് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കപ്പലണ്ടിയുടെ സ്ലറി, അതുപോലെ ചാണകത്തിൻ്റെ സ്ലറി, ഏത് ജൈവവളങ്ങൾ ഉണ്ടാക്കുമ്പോഴായാലും നമുക്കിത് അതിൻ്റെ കൂടെ ഒരു 5 മുതൽ 10 ml വരെ ആ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്, വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് വിളിക്കാം. ഇത് നമ്മൾ ചെടികളിൽ തളിക്കുന്നതോടൊപ്പം തന്നെ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ, മണ്ണിൽ ഉള്ള പ്ലാന്റുകളുണ്ടല്ലോ, ആന്തൂറിയംസ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ, അതിൽ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നനവുള്ള മണ്ണാകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊരു ജീവനുള്ള ഒരു വളം എന്ന് തന്നെ പറയാം. ജീവനുള്ള അണുക്കളുള്ളതാണ് അപ്പോൾ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് വളരാനായിട്ട് ചെറിയ നനവ് എപ്പോഴും മണ്ണിലുള്ളതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് മണ്ണിലപ്പോൾ തക്കാളി, പയർ അതിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് നനച്ചതിന് ശേഷം കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഓർക്കിഡ്സിലായാലും നമ്മൾ എപ്പോഴും നനച്ചിട്ട് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്. നനച്ചിട്ട് കൊടുക്കുക. അതുപോലെ രാസവളങ്ങളോടൊപ്പവും രാസ കീടനാശിനികൾ ഉപയോഗിച്ച് ഏകദേശം ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ സ്യൂഡോമോണസ് പോലെയുള്ള ജീവാണു വളങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാസവളം കൊടുക്കുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ജൈവവളം കൊടുക്കുമ്പോൾ നമ്മളിതിനെ ഡയറക്റ്റ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നതൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ പൗഡർ ഫോമിലുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ
20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന് തെളി എടുത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഒരു 5 മുതൽ 10 ml വരെ എടുക്കാം. എടുത്തിട്ട് വെള്ളത്തിലോ അല്ലെങ്കിൽ ജൈവവളത്തിലോ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. അത് രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ എപ്പോഴും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ കുറച്ച് മുമ്പ് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് പ്ലാന്റിൽ നിന്ന് രാസവളത്തിൻ്റെയൊക്കെ ഒരു അംശം ഒന്ന് മാറിയതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഓർക്കിഡിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെജിറ്റബിൾസിൽ അതുപോലെ വൃക്ഷത്തൈകൾ അതിലൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് വിത്തുകൾ പാകുമ്പോൾ ആ വിത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലിട്ട് ഒരു 1 hour വെച്ചതിന് ശേഷം നടാന്നുണ്ടെങ്കിൽ നല്ലൊരു രോഗപ്രതിരോധ ശേഷി നമ്മളുടെ വിത്തുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കമ്പ് മുറിച്ച് നടുമ്പോൾ ആ കമ്പുകൾ അതിൽ മുക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ ഉണ്ടാവാതെ നമ്മൾ സാഫിലൊക്കെ പേസ്റ്റ് പുരട്ടിയിട്ട് ചെയ്യത്തില്ലേ, അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചീരയൊക്കെ പറിച്ച് വരുന്ന സമയത്ത് ഇതിലൊന്ന് വാഷ് ചെയ്തിട്ട് നടാവുന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത് നന്നായിട്ട് തടഞ്ഞു നിർത്തും. അതുപോലെ അതേസമയം തന്നെ ആ റൂട്ടുകൾ ഫോം ആവാനും വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ സ്യൂഡോമോണസ്. അപ്പോൾ ഇതിന് പകരമുള്ള വളങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ ജൈവ രീതിയിൽ യൂസ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ പച്ചക്കറികളിൽ ചെയ്യുമ്പോൾ പച്ചക്കറികളുടെ വിത്തിലാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത്. അതുപോലെ ഈ തക്കാളികളിലുണ്ടാകുന്ന വാട്ടം, അതുപോലെ ഇലപ്പുള്ളി രോഗങ്ങൾ വെജിറ്റബിൾസിലുണ്ടാവുമല്ലോ, വാഴ, തക്കാളി, പയർ, ചീര. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് സ്യൂഡോമോണസിൻ്റെ ഉപയോഗ രീതികൾ. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓർക്കിഡിൽ അതുപോലെ ആന്തൂര്യത്തിലൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓർക്കിഡിൽ നിങ്ങൾക്കറിയാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്ന് ഞാൻ സ്പ്രേ ചെയ്യുന്ന കാണിക്കുന്നില്ല. ആന്തൂര്യത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം രാവിലെ ഞാൻ ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു പ്ലാന്റ്സിന്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡിൽ ഒഴിക്കുന്നത് കാണിക്കുന്നില്ല, ആന്തൂര്യത്തിൽ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോട്ടിലാണ് എടുക്കുന്നത്. സ്പ്രേയറിലെടുക്കുമ്പോൾ പിന്നെ വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് കുറച്ചെടുക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 300 ml വരത്തുള്ളൂ, 1 ലിറ്റർ ഇല്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 ലിറ്ററിനാകുമ്പോൾ ഒരു 5 മുതൽ 10 ml ഇടയ്ക്കായിട്ട് യൂസ് ചെയ്യാം. 10 ml ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ml ഒഴിക്കുന്നു. കാരണം ഒരു 300 ml വാട്ടറൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 ml സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടിലാണ് ഇത്. ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തോട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ml കാണും. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആന്തൂര്യത്തിൻ്റെ ചുവട്ടിലായിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഒഴിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഈ ഇലയിൽ ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി വേസ്റ്റ് ആയിപ്പോൾ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ എല്ലാം സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അപ്പോൾ കുറച്ച് വെള്ളവാനമൊക്കെ ഉണ്ട് നമ്മുടെ പോട്ടിൽ. അപ്പോൾ നമുക്ക് സ്യൂഡോമോണസിൻ്റെ ലായനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്യൂഡോമോണസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പിൽ സ്റ്റോറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും. എല്ലാവർക്കും ഹോം ഡെലിവറി ആയിരിക്കും. അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.